ब्लडी इंडियंस, हरामजादो बोलो, मंसूर को मारने की हिम्मत किसने की है? वो एक ऐसा मुजाहिदीन था जिसके ऊपर हमारे पूरे मुल्क को फख्र था। जिस किसी ने भी उसको मारा है, मैं उसके टुकड़े टुकड़े कर डालूंगा। तुम ഇയാളും തലറക്കൊണ്ട് പറയണേ മൻസൂറിനെ കൊന്ന ഇന്ത്യൻ പട്ടികളെ വെട്ടി നുറുക്കുമെന്ന്. तुमने मारा मंसूर को? नहीं, मैं नहीं, मेरी कसम, आपकी कसम। तुम? ഞാനല്ല। नहीं, नहीं, नहीं। जिसका उसकी मौत के पीछे हाथ है बता दो, सिर्फ उसी को सजा दूंगा, नहीं तो सबको जला के राख कर दूंगा। ആരാന്ന് പറഞ്ഞ അയാളെ മാത്രമേ കൊല്ലൂന്ന്, ഇല്ലെങ്കിൽ എല്ലാരും തട്ടുമെന്ന്. എന്താടാ ചെയ്യാ? बोलो कुत्ते, तुमने मारा उसे? बोल, बोलो, बोल, तुमने मारा उसे? ഇയാളൊന്ന് സാറിനെ കൊല്ലു. സാബ് മരിക്കാൻ പാടില്ല. नो, हमने किसी को नहीं मारा, नहीं मारा। मैं बोलती हूँ। तुम्हें कैसे मालूम? मंसूर की मौत मैंने देखा। അവള് കണ്ടെന്ന്. इनमें से कौन है? बोलो। इन लोगों से कोई भी नहीं, उनके ऊपर पत्थर गिर के वो मर गए। അവളെന്തപ്പ ഹിന്ദി പറഞ്ഞത്? നീയാ മൻസൂറിനെ കൊന്നതെന്ന്. അവള് നമ്മളെ രക്ഷിച്ചു. മലയിൽ നിന്നും തനിയെ പാറ പൊട്ടി വീണ് മൻസൂർ മരിക്കുന്നത് അവള് കണ്ടെന്നായി പറഞ്ഞത്. तुम सच बोल रही हो ना? यस डैडी, हम सब देखा। क्या ये सच है? जी हाँ। अब्दुल खान, इन सबको बंद करो। ദിവസമായോ പടച്ചോനെ, ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ജമീല, ആ എന്താ ഇത്? ഞാൻ മരിച്ചു പോന്ന് വെച്ചിട്ട്? അയ്യേ, പട്ടാളക്കാരന്റെ ഭാര്യ ഇങ്ങനെ പേടിക്കാൻ പാടണ്ട. എനിക്കൊരു പേടിയില്ല. പഠിച്ചവന്റെ കൃപ കൊണ്ട് മോഹിച്ചാളി തന്നെ കെട്ടിയവനായി കിട്ടിയില്ലേ, എന്റെ ഭാഗ്യ. എങ്കിലും പുതുമോടി തീരുന്നതിന് മുന്നേ. തീരെ സത്യം പറഞ്ഞ ഈ കാത്തിരിപ്പിന്റെ ഒരു സുഖല്ലേ മോളെ? പിന്നെ തിരിച്ചു വരുമ്പോഴും പുതുമോടി തീർത്തിട്ടുണ്ടാവില്ലല്ലോ. അതും കർക്കിടക മാസത്തിലെ മഴയത്തെങ്ങാനാണെങ്കിൽ ഏറ്റല്ലോ. പോയിട്ട് വരട്ടെടാ മുത്തേ, പോയിട്ട് വരട്ടെ, പോയിട്ട് വരട്ടെ, പോയിട്ട് വരാം. തീ പോലത്തെ ചൂടുണ്ട്. ഹനീഫ, ഹനീഫ, എല്ലാരോടും യാത്ര ചോദിക്കാണ്. ഒന്നും മിണ്ടാതിരി. പിച്ചും പേയും പറയണതാ. എന്റെ ബെത്തരങ്ങളെ, നിങ്ങൾ ഇത് കാണുന്നില്ലേ? भाई क्या चाहिए? हमारा दोस्त बहुत बीमार है, थोड़ा गर्म पानी दे दो। गर्म पानी? पेशाब करके देना। जाओ। എന്താ അയാള് പറഞ്ഞേ? സാബ് ഇത്തിരി ചൂടുവെള്ളം ചോദിച്ചപ്പോ മൂത്രം ഒഴിച്ചു കൊടുക്ക. इसके कंडीशन बहुत सीरियस है, प्लीज टेक हिम टू हॉस्पिटल। या वी विल टेक हिम टू हॉस्पिटल, कम ऑन। പഠിച്ചോനെ,
സംശയത്തിൽ ഉള്ളവരും ഈ കൂട്ടത്തിലുണ്ട്. ഒന്നുമില്ലെങ്കിൽ അവന്മാർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തോന്നിയില്ല. Hey, ये मार्क क्या है? Tell me, this mark stands for what? ये निशान क्या है? बोलो. Look, you are Muslim. I am Muslim. हमारा खुदा एक है. We should help each other. No, I never help Pakistan. I am an Indian Musliman. I am an Indian. Indian? You bloody Indian! Look, अगर तुम मुझे बताओगे, तो मैं तुम्हारा मेडिकल ट्रीटमेंट करवाऊंगा. And I promise you, I will send back to you India. पानी, पानी. हाँ? पानी मिलेगा? मिलेगा. पहले ये बताओ, ये जगह किधर है? बोलो. Come on! चल. क्या कर रहे हो? देखो खाने नहीं पाए. भाई मुंह से निकालो. जनाब, ये तो खा गया. Open his mouth. Indian. Bloody Indian dog. No! I can't believe it. I can't believe. സത്യമാണ് സാർ. ആ ചെന്നായ്ക്കളെ പറയുന്നത് ഞാൻ കേട്ടതാ. കൊന്നതാ. സൈനൈഡ് കൊടുത്ത് കൊന്നതാ അനീഫെ. നീക്ക് വേണേ പാർക്ക സാർ. അവരൊവ്വൊരുത്തിനെ കൊന്നിടുവേ. മൻസൂർ മരിച്ച എന്റെ കലിയാണ് അയാൾക്ക്. ഇനി ഒന്നും ഒളിക്കുന്നില്ല. ഞാനല്ല ഏറ്റു പറയാൻ പോവാ. വേണ്ട സാർ, സാബ് സത്യം പറഞ്ഞാലും നമ്മളെല്ലാം രക്ഷപ്പെടുമെന്ന് എന്താ ഉറപ്പ്? നമ്മളെ കൊല്ലാൻ കഴിയും, പക്ഷേ ലക്ഷക്കണക്കിന് ചങ്കുറപ്പുള്ള ജവാന്മാര് ഇനിയുണ്ട് ഇന്ത്യക്ക്. അവർ ഈ ചെറ്റകൾ അടിച്ച് തകർക്കും. നോക്കിക്കോ. तू है गोपी? क्या बात है? चलो. छोड़ो उसको. Leave him. Take me. I have an order to take Gopi. Whose order? വേണ്ട സാർ, ഞാൻ പോവാം. കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. Gopi. തളരരുത്. ഏത് അപകടത്തിലും ഞങ്ങൾക്കൊക്കെ ധൈര്യം തരാറുള്ളത് സാബല്ലേ. എനിക്ക് ഉറപ്പുണ്ട്, ശരസാബി ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ആളുകൾ ഇവിടുന്ന് രക്ഷപ്പെടും. നാട്ടിലെത്തിയാൽ എന്റെ അമ്മയോട് പറയണം, ധീരനായിട്ട് തന്നെയാണ് അമ്മയുടെ മോൻ മരിച്ചതെന്ന്. വരട്ടെ സാബ്. Come on. Move. Send him back fast. गोपी है तुम्हारा नाम? हाँ जी. क्या ऐसे क्यों देख रहे हो? डर गया क्या? हार्ट बीट बढ़ गया क्या? പെണ്ണെന്തൊക്കെയാ കാണിക്കുന്നത്? പെണ്ണോ? സൂക്ഷിച്ച് സംസാരിക്കണം. ഞെട്ടിയല്ലേ? എനിക്ക് അസലായിട്ട് മലയാളം പറയാൻ അറിയാം. മലപ്പുറത്തുകാരൻ ആലമുട്ടത്ത് അബൂബക്കർ സാഹിബിന്റെ മകൻ
ജാഫർ ഖാന്റെ ഒരേ ഒരു മോളാണ് ഞാൻ, ജരീന ബീവി. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലേ. വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. പറഞ്ഞത് സത്യ. ഉപ്പാപ്പയും ഉമ്മൂമ്മയും പറഞ്ഞ് പഠിപ്പിച്ചതാ മലയാളം. പക്ഷെ മലയാളം പറയുന്നത് കേട്ടാ ഡാഡിക്ക് കലിയിളകും. ഡാഡി ഇല്ലാത്തപ്പോ ഞങ്ങൾ വീട്ടിൽ മലയാളമേ പറയൂ. എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്നല്ലേ? തന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്തോണ്ടാ. ഉപദ്രവിക്കേ? ഞാനോ? കണ്ണടച്ചാ ഇയാളെ ആ സ്വപ്നം കാണുന്നേ. ഇയാള് പാടിയ പാട്ടാ ചെവിയില് കേൾക്കണേ. അതുകൊണ്ടാ ഡാഡിയോട് കള്ളം പറഞ്ഞ് രക്ഷിച്ചത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താനെന്നാ മൻസൂറിനെ കല്ലിട്ട് കൊന്നില്ലേ? അതിലെനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ഡാഡിക്ക് അയാള് ദൈവമാ. പക്ഷേ ഗോപി അയാളെ കൊന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നു? എന്റെ മാനം കാത്ത ആളെ സ്നേഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇയാളെ കാണണം, നേരിട്ടിതൊക്കെ പറയണമെന്നുള്ള വിചാരം കൽബിനകത്തിരുന്ന് വിങ്ങിയിട്ടാ ഈ പട്ടാളക്കാർക്ക് കൈക്കൂലി കൊടുത്ത് ഇവിടം വരെ കൊണ്ടുവരിച്ചത്. എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. Are you married? അല്ല. ഈ മോതിരം ഇതെന്റെ അമ്മ തന്നാ. എങ്കിലത് എനിക്ക് വേണം. അത് പിന്നെ ഇതെനിക്ക് വളരെ വിലപ്പെട്ടതാ. സെന്ററുകളുടെ കണ്ണിപ്പെടാതെ ഒരു വിധത്തിൽ ഒളിപ്പിച്ച് സൂക്ഷിക്കുന്നതാ. ഇനി ഇത് ഞാൻ സൂക്ഷിച്ചോളാം. തന്നില്ലെങ്കിൽ ദേ അവരോട് പറഞ്ഞപ്പോ ഞാൻ ഊരിച്ചു മേടിക്കും. താങ്ക് യു. എന്താ കാര്യം എനിക്കറിയില്ല. എനിക്ക് ഗോപിയെ ഒത്തിരി ഇഷ്ടമാണ്.